നയതന്ത്രജ്ഞനും സാഹിത്യകാരനുമാണ് ശ്രീ ശശി തരൂർ. ശശി തരൂർ മലയാളിയായ എഴുത്തുകാരനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ ആംഗലത്തിലാണ്. ഏതാണ്ട് 10ഓളം കൃതികൾ ഇതിനോടകം ശ്രീ ശശി തരൂർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നോവലുകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ അഥവാ പ്രബന്ധങ്ങൾ, ജീവചരിത്രങ്ങൾ, ഈ വിവിധങ്ങളായിട്ടുള്ള ജാനറുകളിലായി ഈ 10 കൃതികൾ രചിച്ചു എന്ന് പറയുമ്പോൾ ഓരോന്നും വളരെ വ്യത്യസ്തമാർന്ന വളരെ മികവുള്ളതായ കൃതികളാണ്. അദ്ദേഹം ഔദ്യോഗികമായി പറഞ്ഞാൽ അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സമീപകാലത്ത് അദ്ദേഹം വാർത്താമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് അദ്ദേഹം UN സെക്രട്ടറി ജനറലായി മത്സരിച്ച സന്ദർഭത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ പ്രാമുഖ്യത്തോടുകൂടി വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സുത്യർഹമായ സേവനമർപ്പിച്ച ഏതാനും മലയാളികളുടെ പേര് പറയുമ്പോൾ അക്കൂട്ടത്തിൽ തീർച്ചയായും ശ്രീ ശശി തരൂർ ഉണ്ടാവും. ശശി തരൂരിൻ്റെ നോവലുകൾ ഇന്ത്യൻ ഇംഗ്ലീഷ് രചനകളുടെ രംഗത്ത് നിസ്തുലങ്ങളായ ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് രചനാരംഗത്ത് RK നാരായൺ മുതൽ അരുന്ധതി റോയ് വരെയുള്ള നിരവധി എഴുത്തുകാരുടെ നിരയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ശശി തരൂർ മലയാളിയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനാവഹമായ ഒരു സംഗതിയാണ്. ശശി തരൂരിൻ്റെ പുസ്തകങ്ങളെപ്പറ്റി കാര്യമായ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു കുറവ് നികത്തിക്കൊണ്ട് ശശി തരൂരിൻ്റെ നിരവധി രചനകളെ പറ്റിയുള്ള ആധികാരികമായ ഒരു ഗവേഷണ ഗ്രന്ഥം മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ശ്രീമതി MA ലളിതകുമാരി രചിച്ച ശശി തരൂരിൻ്റെ കൃതികളിലെ ഫാക്ഷനെ സംബന്ധിച്ചുള്ള പഠനമാണത്. ഫാക്ഷൻ എന്നുള്ള ഒരു പുതിയ വാക്ക് ഫിക്ഷനും ഫാക്റ്റും കൂടി ചേർന്നുകൊണ്ട് ഫാക്ഷൻ എന്ന് പേര് നൽകിക്കൊണ്ട് ഫാക്ഷൻ ഏത് രീതിയിലാണ് ശശി തരൂരിൻ്റെ കൃതികളെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് അവർ ഈ ഗവേഷണ പ്രബന്ധത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഗവേഷകയായ ശശി തരൂരിൻ്റെ പുസ്തകങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്തിട്ടുള്ള ശ്രീമതി ലളിതകുമാരി നമ്മോടൊപ്പമുണ്ട്. ഒരു പ്രമുഖ ഫ്രീലാൻസ് ജേർണലിസ്റ്റായ അധ്യാപികയായിരുന്ന, ചരിത്ര മ്യൂസിയത്തിൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന, നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭയായ ശ്രീമതി MA ലളിതകുമാരി, താങ്കൾക്ക് സ്വാഗതം. ആദ്യമായി ശശി തരൂരിൻ്റെ രചനകൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും ലേഖനങ്ങളും ജീവചരിത്രങ്ങളും എല്ലാം അടങ്ങുന്ന ഈ 10 പുസ്തകങ്ങൾ ഓരോന്നും വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ 10 പുസ്തകങ്ങളെയും പറ്റി പഠിക്കുമ്പോൾ ഫാക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ ഫിക്ഷനും ഫാക്റ്റും കൂടി ചേർത്തുകൊണ്ടുള്ള ഫാക്ഷൻ എന്നൊരു പേര് കൊടുത്തുകൊണ്ട് ഈ കൃതികളെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പഠനം, ഈ ഫാക്ഷൻ എന്നുള്ള പേര് അങ്ങ് കൊടുത്തത് എങ്ങനെയാണ് ഈ പഠനത്തിൻ്റെ രീതി എന്താണ്? ആദ്യമായി ശശി തരൂരിനെ കുറിച്ച് അല്ലെ അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് ഗവേഷണം ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി. അതിന് കാരണം ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു മില്ലേനിയം എന്നുള്ള പുസ്തകം വായിച്ചതിന് ശേഷം എന്നിലുള്ള ഉണ്ടായൊരു പ്രചോദനമാണ്. പക്ഷേ ശശി തരൂർസ് വിഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ശശി തരൂരിന് ഇന്ത്യയെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെയധികം പറയാനുണ്ടെങ്കിൽ തന്നെ ഒരു തീസീസ് ആകാനായിട്ടുള്ള ഒരു ഡെൻസിറ്റി അതിന് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് പുതിയതായിട്ട് വന്ന ഒരു ജാനർ ദാറ്റ് ഇസ് ഫാക്ഷൻ അങ്ങ് എടുക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ മഹാഗുരുവായിട്ട് ഞാൻ വിചാരിക്കുന്ന ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറാണ് എനിക്ക് ഈ ഐഡിയ തന്നത്. പിന്നെ എൻ്റെ ഗൈഡ് ഡോക്ടർ ഡേവിസ് ഇതിനകത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശശി തരൂർ എഴുതിയപ്പോൾ ഫാക്ഷൻ എഴുതണം എന്ന് പറഞ്ഞ് എഴുതി കാണത്തില്ല, ഇല്ലായിരിക്കാം. പക്ഷേ ഈ ഫാക്റ്റിൻ്റെയും ഫിക്ഷൻ്റെയും മനോഹരമായ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിൽ 1-2 കൃതികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിലും എനിക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല ഫാക്ഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു വീക്ഷണകോണത്തിൽ റിസർച്ച് വലുതായിട്ട് അധികം ഒന്നും വന്നിട്ടുമില്ല. ഒരാളുടെ പഠനം ഉണ്ട്, ഒരാളുടെ വർക്ക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. പക്ഷേ ഈ ഫാക്ഷണൽ ആംഗിൾ ലേറ്റസ്റ്റ് ഒരു 20th സെഞ്ച്വറിയുടെ ഒരു 1960s തുടങ്ങിയിട്ട് അമേരിക്കയിലുണ്ടായ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. പോസ്റ്റ് മോഡേൺ ഒരു ഐഡിയ ആണ്. ട്രൂമൻ കപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഒരു ഫാദർ ഓഫ് ഫാക്ഷൻ എന്ന് പറയാം. ട്രൂമൻ കപ്പോർട്ട്, നോർമൻ മെയില്, ടോം വുൾഫ്, ഇങ്ങനെയുള്ള ആളുകൾ ജേർണലിസത്തിൽ കൂടി തന്നെ ആഖ്യാന ശൈലി ഒന്ന് മാറ്റി വെറും ഒരു റെപ്പോർട്ടാജ്, അതായത് ഒരു സംഭവം നടക്കുന്നത് അങ്ങോട്ട് എഴുതുന്നതിന് പകരം നടന്ന ഒരു സംഭവത്തിനെ വളരെയധികം റീഡബിലിറ്റി കൊടുത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഒരു കഥാരൂപത്തിൽ ഫിക്ഷനോട് കൂടി ചേർത്ത് അവർ അവതരിപ്പിച്ചപ്പോൾ സാധാരണ ന്യൂസ്
ഒരു നോവൽ വായിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായി. അതേസമയം ഫാക്റ്റിൽ നിന്ന് വ്യതിചലിച്ചിട്ടുമില്ല. ഇതൊരു നല്ലൊരു തീമാണ്, നല്ലൊരു ആംഗിളാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഫാക്ഷൻ ഇൻ ദ വർക്ക്സ് ഓഫ് ശശി തരൂർ എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടറേറ്റ് ചെയ്യാൻ. ശശി തരൂരിന്റെ നോവലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് 1989 രചിക്കപ്പെട്ട ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. അതെ, മലയാളത്തിലേക്ക് തർജ്ജമ വന്നിട്ടുണ്ട്. മഹാഭാരത കഥ എന്നുള്ള പേരിൽ. ട്രാൻസ്ലേഷൻ തന്നെ, ആ ടൈറ്റിൽ തന്നെ ട്രാൻസ്ലേഷനാണ്. ഇപ്പോ മഹാഭാരതം, മഹാഗ്രേറ്റ്, ഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ കഥ, ദാറ്റ് ഈസ് ഇന്ത്യൻ നോവൽ. അങ്ങനെ മഹാഭാരതം എന്നുള്ള ആ വാക്കിനെ, ആ ഫ്രേസിനെ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് അദ്ദേഹം ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് എടുത്തിരിക്കുന്നത്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ തന്നെ സമകാല ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണത്തിന് ഭീഷ്മ പിതാമഹന്റെ സ്ഥാനത്ത് മഹാത്മാഗാന്ധി, അതുപോലെ ധൃതരാഷ്ട്രയുടെ സ്ഥാനത്ത് ജവഹർലാൽ നെഹ്റു, പാണ്ഡുവിന്റെ സ്ഥാനത്ത് സുഭാഷ് ചന്ദ്രബോസ്. അപ്പം ഈ രീതിയിൽ ഇത് സങ്കല്പിക്കുമ്പോൾ തികച്ചും മഹാഭാരതത്തിലെ ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണോ അദ്ദേഹം ഈ സമകാല കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്? അതിപ്പോ തരൂർ തന്നെ പറഞ്ഞിരിക്കുന്നത്, മഹാഭാരതം നമ്മൾ വായിക്കുന്ന മഹാഭാരതം ഒറിജിനൽ മഹാഭാരതമല്ല. മഹാഭാരതം എന്ന് പറയുന്ന വളരെ വലിയൊരു എപ്പിക്, ഒരുപാട് കൈമറിഞ്ഞ് ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും ആഖ്യാനം ചെയ്യപ്പെട്ടുള്ള ഒരു കൃതിയാണ്. ഇപ്പൊ അദ്ദേഹം ബേസ് ചെയ്തിരിക്കുന്നത് സർ സി രാജഗോപാലാചാര്യയുടെയും പ്രൊഫസർ ലാലിന്റെയും കൃതികളാണ്. മഹാഭാരത പുരാണം ഒന്നും കൂടി ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. അതേസമയം മഹാഭാരതത്തിന്റെ ആ കഥ ഇങ്ങനെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിൽ എങ്ങനെ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പോഴത്തെ രംഗങ്ങളിൽ മഹാഭാരതം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ന്യൂ റിസർച്ച് ആയിരുന്നു. അതായത് അദ്ദേഹം പറയുന്ന മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ കൊണ്ട് എടുത്തിട്ടുണ്ട്. അത് 12,000 കഥാപാത്രങ്ങളുള്ള ഇത്ര ഇതിഹാസമായിട്ടുള്ള ഒരു വലിയൊരു കാര്യം ഇന്ത്യൻ സിനാരിയോയ്ക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വന്നു. അത് അദ്ദേഹം നമ്മളോട് അപ്പോളജിയിലൂടെയാണ് പറയുന്നത്. പക്ഷേ ഇത് തന്നെ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റിക് ആയിട്ടുള്ള ഒരു മഹാകാവ്യമാണെന്ന് തന്നെ ഞാൻ പറയും. ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്നതിനകത്ത് ഗംഗാജി ആണ്, ഗാന്ധിജി, ഗംഗാജി ഭീഷ്മ പിതാമഹൻ. അപ്പൊ നമ്മൾ വിചാരിക്കും നെഹ്റു ആരാണ്, ഇന്ദിര, ഇങ്ങനെ പലരെയും കുറിച്ച് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിനൊക്കെ വളരെ വിപരീതമായിട്ട് ഭയങ്കര ആലിഗോറിക്കൽ അപ്രോച്ചാണ്. അതായത് ലിറ്ററലായിട്ടൊരു മീനിങ് ഉണ്ട്, പിന്നെ അകത്തൊരു വേറൊരു മീനിങ് ഉണ്ടാവും, വീണ്ടും ഒരു മീനിങ് ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന വേറൊരു മീനിങ് ഉണ്ടാവും. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ശരിക്കും അതൊരു ചരിത്ര പുസ്തകം തന്നെയാണ്. അതൊരു എല്ലാ കാലഘട്ടങ്ങൾക്കും, ഇനി ഇപ്പൊ മഹാഭാരതവും രാമായണവും വായിക്കുന്നത് പോലെ വായനക്കാർ വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 100 കൊല്ലോ 200 കൊല്ലോ കഴിഞ്ഞാലും ആ പുസ്തകത്തിന് ഒരു കാലഹരണം വരുന്നില്ല. അന്ന് ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഗാന്ധിജി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയും, അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി വന്നു, ജനതാ പാർട്ടിയെ തകർത്തുകൊണ്ട് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തുന്ന വരെയുള്ള ഒരു കാലയളവാണ് ഈ നോവലിലെ ഒരു കാലം എന്ന് പറയുന്നത്. ഇത് ആദ്യം വായിക്കുമ്പോൾ ഒരു ആസ്വാദനം എന്നുള്ള നിലയിൽ പറയട്ടെ, ഒരു സഹൃദയം എന്നുള്ള നിലയിൽ വാസ്തവം ഞെട്ടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. സത്യത്തില് ഈ നമ്മൾ വളരെ ഐഡൽസ് ആയിട്ട് കരുതിയിരുന്ന പല വിഗ്രഹങ്ങളെയും ഒരു തകർക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ ഡൽഹിയിലെ പൊളിറ്റിക്സ് അടുത്ത് കാണുവാനിടയായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനുഭവങ്ങളുണ്ട്, തീർച്ചയായിട്ടും. പിന്നെ ഒരു ലോക പൗരൻ എന്നുള്ള നിലയിൽ അല്ലെ, ഇന്ത്യയെ നോക്കിക്കണ്ടുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹിം അല്ലെ എന്ന് പറയാം. അത് എന്തുകൊണ്ട് ഇങ്ങനെ മഹാഭാരതം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ട്രഡീഷണൽ മിത്തോളജിയാണ് മഹാഭാരതം. അതിന്റെ കൂടെ കണ്ടംപററി ഹിസ്റ്ററി, നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഒരു സെറ്റപ്പ്, അതിനകത്ത് ഇത് മഹാഭാരതം അപ്ലൈ ചെയ്യുകയാണ്. മഹാഭാരതം അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരെയും അങ്ങനെ, അതായത് ഇപ്പോൾ നമുക്ക് ഉള്ള സങ്കല്പങ്ങൾ, ചിലർ വളരെ വലിയ വ്യക്തികളാണെന്ന് നമ്മൾ വിചാരിക്കുന്നവര് വേറൊരു വശമുണ്ട് അവർക്ക്. അത് ഈ ചില കഥാപാത്രങ്ങൾ കൂടി അത് അവതരിപ്പിക്കുകയാണ്. മഹാഭാരതത്തിന് ഇപ്പോൾ കുരുക്ഷേത്ര, ഈ ഇദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ നോവലില് മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധമില്ലാത്തൊരു മഹാഭാരതം, ശ്രീകൃഷ്ണനെ ദൈവമായിട്ട് സങ്കല്പിക്കാത്തൊരു മഹാഭാരതം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ തരൂരിന് സങ്കല്പിക്കാൻ സാധിച്ചു. അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. ശ്രീകൃഷ്ണ ലോക്കൽ MLA സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കേരളത്തിലെ 1-2 പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒരു ഡയമെൻഷൻ വേണമെങ്കിൽ കൊടുക്കാം, AKGEMS പോലെയൊക്കെ കൊടുക്കാം. അങ്ങനെ ശ്രീകൃഷ്ണനൊരു ദൈവത്തിന്റെ പരിവേഷമില്ല. എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണന്റെ ദൈവത്തിന്റെ പരിവേഷം തന്നെ ഒറിജിനൽ മഹാഭാരതത്തിൽ ഇല്ല എന്ന് പോലും തരൂർ പറയുന്നുണ്ട്. അത് നമ്മൾ സങ്കല്പത്തിൽ കൊടുത്തതാണ്. ഒരു നല്ലൊരു സ്റ്റേറ്റ്സ്മാൻ ആയിട്ടാണ് ശ്രീകൃഷ്ണനെ കാണുന്നത്. പക്ഷെ കൃഷ്ണന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. മാത്രമല്ല അർജുനനെ പോലും അല്ലെങ്കിൽ പഞ്ചപാണ്ഡവരെ പോലും ഒരു
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട്. അർജുൻ സ്റ്റാൻഡ്സ് ഫോർ ദ പ്രസ്. പാഞ്ചാലി ഡെമോക്രസി. യുധിഷ്ഠിരനെ മൊറാർജിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതെ. അതേസമയം ഭീമനെ അർജുനെ ഒക്കെ ഇപ്പൊ ഡിഫൻസ് ആയിട്ടും മീഡിയ അതെ, അതായത് അവര് സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇതിപ്പോ മഹാഭാരത മൊറാർജിക്ക് പകരമാണെങ്കിൽ യുധിഷ്ഠിരനായിട്ട് ഈ ജുഡീഷ്യറി വേണേൽ കൊടുക്കാൻ വരുന്നു. ജുഡീഷ്യറി ഉണ്ട്, ജുഡീഷ്യറി ആണ്, ജുഡീഷ്യറിയുടെ യുധിഷ്ഠിരനാണെന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത്. പിന്നെ പഞ്ചപാണ്ഡവരിൽ ഇപ്പൊ അർജുനൻ പ്രസ് അല്ലെങ്കിൽ ഡെമോക്രസി, ദ്രൗപദി എന്ന് പറയുന്ന ഡെമോക്രസി, ഡീമോക്രാസി എന്ന സ്പെല്ലിംഗിൽ വളരെയധികം അതിനകത്ത് ഒരു സ്പെല്ലിംഗിന്റെ ഒരു പ്ലേ നടത്തുന്നുണ്ട്. ദ്രൗപദി ഡെമോക്രാസി എന്ന് പറയുമ്പോൾ ഡെമോക്രസി എന്ന് വേണമെങ്കിൽ വരാം. ഈ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു പാരഡി ശൈലിയുണ്ട്. വളരെ ഡെഫിനറ്റ്ലി അതൊരു പാരഡി തന്നെ, മഹാഭാരതത്തിന്റെ പാരഡി ആണെന്ന് പറയാം. പക്ഷെ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ പാരഡി സിനിമാ ഗാനങ്ങളൊക്കെ കേൾക്കുന്നു. പാരഡി എന്ന് പറഞ്ഞാൽ ഒരാളെ കളിയാക്കുക, അല്ലെങ്കിൽ ആ മൂലകഥയെ അല്ലെങ്കിൽ മൂല ഗാനത്തിനെ കളിയാക്കി വേറെ എന്തെങ്കിലും ലോക്കലായിട്ടുള്ളൊരു മീനിങ് കൊടുത്തിട്ട് നമ്മൾ പാരഡികൾ പാടുന്നത് കേൾക്കുന്നുണ്ട്, കാസറ്റിൽ ഇറങ്ങുന്ന കേൾക്കുന്നു. അതിനെ കുറ്റമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ പാരഡി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പാരോഡിക് റിഡാക്ഷൻ, അതായത് ഒരു മഹാഭാരതത്തിന്റെ ഒരു വലിയൊരു കഥയെ അതിനകത്ത് തദ്രൂപമായിട്ടുള്ള ഈ സിമിലാരിറ്റിയുള്ള കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ വലിയ പ്രശസ്തരായ വ്യക്തികളെ കൊണ്ടുവന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഒട്ടും അവരെ റിഡിക്യൂൾ ചെയ്യാതെ, പരിഹസിക്കാതെ, തെറ്റുകൾ മാത്രം എടുത്ത് പറയുന്നേ ഉള്ളൂ. അത് നന്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ശശിതരൂരിന്റെ ഒരു ദർശനം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ വിഷൻ എന്ന് പറയുമ്പോൾ മഹാഭാരതത്തെ ആദരിക്കുന്ന വ്യക്തിയാണ്. അതെ, പക്ഷെ അതേസമയം ട്രഡീഷണൽ വ്യൂ ഓഫ് ഹിസ്റ്ററിയിൽ നിന്ന് മാറുന്നില്ല. ഗീതയെ ആദരിക്കുന്നില്ല, ഗീതയും കൃഷ്ണനെയും അദ്ദേഹം ആദരിക്കുന്നില്ല. പക്ഷെ അനാദരവൊന്നും കാണിക്കുന്നില്ല. അനാദരവില്ലെങ്കിൽ പോലും അനാദരവില്ല. പക്ഷേ കൃഷ്ണനെ വലുതാക്കി ഭഗവത്ഗീതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുരുക്ഷേത്ര യുദ്ധം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ആഖ്യാനം, അദ്ദേഹത്തിന്റെ ഉദ്ദേശം മാറും. ഒന്നും വേണ്ട, ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിനെ പറ്റി പറയുന്നേ ഇല്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ രാജ്യത്ത് എന്നും ഒരു കുരുക്ഷേത്ര യുദ്ധം പയറ്റപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ കഥാപാത്രങ്ങളൊക്കെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങള് അല്ല, അത് രാജ്യമോഹം അല്ലെങ്കിൽ അധികാരമോഹം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ പാരവെക്കുക, ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. ഈ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മളോട് ചെയ്യും. അപ്പൊ മഹാഭാരതം പണ്ടെങ്ങാണ്ട് ആരോ എഴുതി നമ്മളൊരു വലിയൊരു ദിവ്യമായൊരു ദൈവത്തിന്റെ ബുക്കാണെന്ന് പറഞ്ഞ് വായിക്കുന്നതിന്റെ ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് ഇന്ത്യ, പ്രസന്റ് ഇന്ത്യ. ഇപ്പോഴും പ്രസക്തിയുള്ളതും മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഉൾപ്പെടെ പലരും നമ്മുടെ മുമ്പിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നമ്മൾ ജീവിക്കുകയാണ്. ഇപ്പോഴത്തെ ഭാരതത്തില് ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. വാക്കിംഗ് മെറ്റഫേഴ്സ് ഉണ്ട്, ചലിക്കുന്ന ഒരു ഇതാണ്. അവരൊക്കെ ഓരോരോ ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. ഇപ്പോ കൗരവന്മാര് 100 പേരുണ്ട് കഥയില്, മഹാഭാരതത്തില്. ഇവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ, ദുര്യോധനനെ പ്രിയാ ദുര്യോധനി ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ എമർജൻസിയെ കുറിച്ചുള്ള ആ കറുത്ത നാളുകൾ, ഡെമോക്രസിയാണ്. പാഞ്ചാലി ഡെമോക്രസി ആണെങ്കിൽ മാത്രമേ വസ്ത്രാക്ഷേപം എമർജൻസിയാണ്. അതായത് അത്രമാത്രം നമ്മൾ അവഹേളിക്കപ്പെട്ടു. ഒരു പവറിന്റെ ഇത് കൂടുതലുണ്ട്. അത് വളരെ തുറന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് പവറിലിരിക്കുന്നവരെ പറ്റിയോ പവർ നഷ്ടപ്പെട്ടവരെ കുറിച്ചോ നെഹ്റു ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു പേടി ഒട്ടും ഇല്ലാതെ എഴുത്തുകാരന്റെ ആ തനി സ്വാതന്ത്ര്യം എടുത്തിട്ട് ദ റൈറ്റർ സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പറ്റി എഴുതുന്നവര് ഒന്നുകിൽ പ്രശംസിച്ചുകൊണ്ട് എഴുതുന്നു, അല്ലെങ്കിൽ അവരെ അങ്ങനെ ബ്ലണ്ടായിട്ട് അത് വിമർശിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു എന്താ പറയാ സോഫ്റ്റ് ആക്കും. ഇദ്ദേഹം പറയാനുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ അത് ബാക്കിയുള്ള വർക്ക്സ് ഇനി നമ്മൾ അതിലോട്ട് പോകുമ്പോഴാണെങ്കിൽ തന്നെ അടുത്ത വർക്ക്സിലോട്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട റയട്ട് 2001 അത് ഈ പറഞ്ഞ പോലെ വളരെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതെ, തീർച്ചയായിട്ടും അത് വളരെ നല്ല മനോഹരമായ, എന്റെ കണ്ണിൽ ഇത്രയും ഫാക്ഷനുള്ള ഒരു പുസ്തകം ഞാൻ കുറെ കണ്ടിട്ടില്ല. അതായത് റയട്ട് എന്ന് പറയുന്നത് ചരിത്രം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റ് ആണ്. ഡോക്ടർ അയ്യപ്പപ്പണിക്കർ സാർ എൻ്റെ അടുത്ത് പറയും എപ്പോഴും, കുട്ടി ചരിത്രം പച്ചക്കള്ളമാണ്. നമ്മൾ പറയുമല്ലോ സാർ, അങ്ങനെ സാർ ചരിത്രം അങ്ങനെ പച്ചക്കള്ളം, ചരിത്രം ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന പച്ചക്കള്ളമാണ്. ബിക്കോസ് ചരിത്രം നമ്മൾ ഒരു കൺസ്ട്രക്റ്റ് ആണ്, നമ്മൾ കാണുന്ന പോലെയാണല്ല. ചരിത്രത്തിനകത്ത് പല വ്യതിയാനങ്ങളും വരും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കാലഘട്ടം ഒരു 50 വർഷം കഴിഞ്ഞ് ചരിത്രമായിട്ട് നമ്മുടെ പിന്നെ വരുന്ന കുട്ടികൾ ആരെങ്കിലും പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യത്തിൽ നിന്ന് വളരെ വിരുദ്ധമായിരിക്കാൻ സാധ്യതയുണ്ട്. ബാബരി മസ്ജിദ് അത് ഫാക്ഷനാണെന്ന് പറയാൻ കാരണം നമ്മുടെ അയോധ്യയിൽ നടന്ന ആ ബാബരി മസ്ജിദിന്റെ ആ കലാപത്തിനെ ബേസ് ചെയ്ത്, അതൊരു സത്യമാണ്, അതൊരു ഹാപ്പനിങ് ആണ്. ആ സത്യത്തിനെ ബേസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറി, ഒരു സോഷ്യൽ ലൈഫിലുള്ള അമേരിക്കൻ അതെ ഒരു നല്ലൊരു പെൺകുട്ടി, പ്രിസില്ല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, നമ്മുടെ നാട്ടിലെ പ്രിസില്ല ഹാർട്ട്, 24 വയസ്സുള്ള ഒരു നല്ലൊരു ഇന്നസെന്റ് ആയിട്ടൊരു കുട്ടി നമ്മുടെ നാട്ടില് അവരുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഒരു സ്റ്റഡി നടത്താനായിട്ട് ഇവിടെ വരുമ്പോൾ
ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള കളക്ടർ ഓൾസോ ഒരു ലക്ഷ്മണുമായിട്ട് പരിചയപ്പെടുന്നു, അടുക്കുന്നു. ലക്ഷ്മൺ ഭാര്യയും കുട്ടിയൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ കുട്ടിയോട് വളരെ പ്രേമം തോന്നുന്നു, അവർ തമ്മിൽ ശാരീരികമായിട്ട് അടുക്കുന്നു. പക്ഷെ ഇവള് ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി മുഴുവനും കാണിക്കുന്ന ഒരു വെസ്റ്റേൺ ഗേളാണ്. നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല പ്രിസില്ലയുടെ അടുത്ത്. പക്ഷെ പ്രിസില്ല എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഗേളിനെ നമ്മുടെ നാട്ടിലെ സാധാരണ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ എങ്ങനെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാളെ കല്യാണം കഴിക്കണമെന്നോ അയാളിൽ നിന്നൊരു കുട്ടി ഉണ്ടാകണമെന്നോ അയാളുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഈ പെണ്ണിന് അയാളെ വളരെയധികം ഒരു അനുരാഗം ഉണ്ടാകുകയാണ്. അയാൾക്ക് അനുരാഗം ഉണ്ടെങ്കിൽ തന്നെ അയാളുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് അയാൾക്ക് വിഷമമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സോഷ്യൽ വർക്കും ഒക്കെ ചെയ്ത് ഒരു കുട്ടിയെ ഒരു ഫാത്തിമ ബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് 7ാമത്തെ 8ാമത്തെ പ്രാവശ്യം ഗർഭിണിയാകുമ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവൾ അവശയായി. അയാൾ വളരെ ഈ ഫാമിലി പ്ലാനിൽ നിന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ സ്ത്രീയെ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ കൊണ്ടുപോയി അബോർട്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഈ പ്രിസില്ല സഹായിക്കുന്നു. എന്തായാലും അയാൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ പ്രിസില്ല ഒരുപാട് ഡയറിയൊക്കെ എഴുതിയിട്ട് പിന്നെ അവളുടെ ഒരു കൂട്ടുകാരിക്ക് ലെറ്റേഴ്സൊക്കെ എഴുതും. ചുരുക്കം പറഞ്ഞാൽ ബാബരി മസ്ജിദിന്റെ ആ കലാപത്തിന്റെ ആ ദിവസം പ്രിസില്ല ലക്ഷ്മണുമായിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോകാം, എനിക്ക് നിങ്ങളൊരു ജീവിതം തരില്ലെങ്കിൽ ഞാൻ നാട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി ഈ കലാപത്തിന്റെ സമയത്ത് 16 സ്റ്റാബ് വൂൺസ് കൊല്ലപ്പെടുകയാണ്, അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ്. നമ്മൾ ശേഷം ചിന്തിയം, അതായത് കൊലപ്പെട്ടതാണോ അതോ കലാപത്തിനിടയ്ക്ക് എല്ലാവർക്കും പല പരിക്കുകളൊക്കെ പറ്റി മരിച്ചതുപോലെ മരിച്ചതാണോ എന്ന് തരൂരും പറയുന്നില്ല. നമുക്കത് എങ്ങനെ വേണമെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാം. ആഫ്രിക്കയിൽ വംശീയ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു അമേരിക്കക്കാരിയുടെ അതാണ് അതിൽ നിന്നാണ്. അതെ, അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഐഡിയാസ് വെച്ചാൽ അങ്ങനെ ഒരു നേരത്തെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇതുപോലെ ഈ ബാബരി മസ്ജിദിന്റെ വലിയ കലാപത്തിന് മുമ്പ് 3-4 വർഷം മുമ്പ് തന്നെ അവിടെ ചെറിയൊരു കലാപം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് അന്ന് അവിടുത്തെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ടിരുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോസ്റ്റിലിരുന്ന ഒരു ഫ്രണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് മുസ്ലിംസും ഹിന്ദുസും തമ്മിലുള്ള ഭയങ്കര വഴക്കുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഈ സംഭവം അവിടെ ഒരു നല്ലത് ചെയ്യാൻ പോയിട്ട് തിന്മ മാത്രം കിട്ടിയ ഒരു സാധുവായ ഒരു സ്ത്രീയുടെ അവിടുത്തെ ഒരു വാർത്തയും അവർ മരിച്ച വാർത്തയും കൂടി നോക്കിയപ്പോൾ ഇത് രണ്ടും ഒരു നാച്ചുറലി ഒരു ക്രിയേറ്റീവ് റൈറ്ററിന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മനോഹരമായിട്ടൊരു സംഗതി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ രണ്ടിന്റെ ഒരു മിക്സാണ് റൈറ്റ്. നമ്മൾ അടുത്തായിട്ട് പറയേണ്ടത് ഷോ ബിസിനസ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അത് ഈ ബോംബെ കേന്ദ്രമാക്കിക്കൊണ്ട് സിനിമയുടെ ലോകമാണ് അത്. അമിതാഭ് ബച്ചൻ, അതായത് ടിൻസൽ വേൾഡ് ബച്ചന്റെ കഥയാണ്. പക്ഷേ അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ടാണോ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അശോക് ബഞ്ചാര ആണ് അമിതാഭ് ബച്ചൻ. ഇപ്പോൾ ജയാ ബാദുരി എന്ന് പറയുന്ന വൈഫ് മായ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തദ്രൂപമായ ചില ഉപമകൾ ഉണ്ട്. രേഖ മെഹനാസ് ലാഹി എന്ന് പറയുന്ന ഒരു സ്റ്റാറിലെ പിന്നെ വളരെ സ്റ്റാറാവും. അമിതാഭ് ബച്ചനെ കുറിച്ച് കേട്ടിട്ടുള്ളവരും ഹിന്ദി സിനിമയെ കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർക്കും ഇത് തീർച്ചയായിട്ടും മനസ്സിലാകും അമിതാഭ് ബച്ചന്റെ കഥയാണെന്ന്. പക്ഷെ ഒരിടത്ത് പോലും അത് പറയുന്നില്ല. അത് വളരെ ആ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അങ്ങനെ പോകുന്നു. അതിനകത്ത് അമിതാഭ് ബച്ചന്റെ ചെറിയ തോതിൽ നിന്ന് തുടങ്ങിയതും വലുതായതും പിന്നെ കുറച്ച് രാഷ്ട്രീയത്തിൽ കുറച്ച് ചേരാൻ നോക്കി ഫെയിലിയറായി. അത് കഴിഞ്ഞ് സിനിമ ഓരോന്നായിട്ട് ഫെയിലിയർ ആവാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ രക്ഷപ്പെട്ടത് ആ ആക്സിഡന്റിലാണ്, കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പൊ അത് തന്നെ ഇവിടെ വേറൊരു പേരിലാണ് വരുന്നത്. ആ ആക്സിഡന്റോടുകൂടി രക്ഷപ്പെടുകയാണ്. അതായത് ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഭാരതം മുഴുവൻ ലോകം മുഴുവൻ തന്നെ അമിതാഭ് ബച്ചനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പൂജകൾ ചെയ്യാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കും. അങ്ങനെ വീണ്ടും ഒരു ഫോളിൽ നിന്ന്, ഒരു പതനത്തിൽ നിന്ന് വീണ്ടും ഒരു ഹീറോ ആയി വരികയാണ്. ഈ കഥ അശോക് ബഞ്ചാര എന്ന് പറയുന്ന ഒരു സ്റ്റാറിന്റെ രീതിയിൽ. പക്ഷെ ഇതിന്റെ തരൂരിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ആഖ്യാന ശൈലി അദ്ദേഹം അടുത്ത ബുക്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അധ്യായങ്ങൾക്ക് പേര് കൊടുക്കുന്നത് പോലും ഇതിപ്പോ മുഴുവൻ എടുക്കാൻ ടേക്ക് 1 ടേക്ക് 2 ഫിലിം സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ഇരിക്കും. ആ ഷൂട്ടിങ്ങിനെ കുറിച്ചും ബോംബെ ഒരുപാട് റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് എഴുതിയതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് വളരെ പോപ്പുലാരിറ്റി കിട്ടിയ ഒരു ബുക്കാണ്. പക്ഷെ സിനിമ അത്ര പോപ്പുലർ ആയില്ല. ഷോ ബിസിനസ് വളരെയധികം സെയിൽ ആവുന്ന ഒരു ബുക്കാണ്. മിഡ്നൈറ്റ് ടു മില്ലേനിയം എന്ന് പറയുന്ന പുസ്തകം ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിന്റെ ഒരു തുടർച്ച പോലെയാണെങ്കിൽ തീർച്ചയായിട്ടും മിഡ്നൈറ്റ് ടു മില്ലേനിയം ശശി തരൂരുമായിട്ട് സംസാരിക്കുന്ന അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഫുള്ളി എഗ്രി ചെയ്യുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ തന്നെ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു മില്ലേനിയം തന്നെയാണ്. അത് ഗ്രേറ്റ് ഇന്ത്യൻ നോവലല്ല, ഗ്രേറ്റ് ഇന്ത്യൻ നോവലാണ് ലോക പ്രശസ്തി വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ മേ ബി എപ്പിക്കുമായിട്ടുള്ള കമ്പാരിസൺ കൊണ്ടായിരിക്കാം. സോ ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു മില്ലേനിയത്തില് ഗാന്ധിജിയുടെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയും തമ്മിൽ അദ്ദേഹം എങ്ങനെയാണ് അതിനകത്ത് കാണുന്നത്? ഗാന്ധിജിയുടെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയും തമ്മിൽ ഒരു
കമ്പാരിസൺ. ഗാന്ധിജിയുടെ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നോ? ഗാന്ധിജിയുടെ സങ്കല്പത്തിലല്ലാതെ. ഗാന്ധിജിക്ക് പാർട്ടീഷൻ വേണ്ടായിരുന്നു. ഒരുപാട് അദ്ദേഹം ലാസ്റ്റിലെ നമ്മൾ ഡ്യൂറിങ് ദ ഫ്രീഡം ഗാന്ധിജി വളരെ വളരെ നിരാശനായിട്ടും വളരെ ദുഃഖിതനായിട്ടുമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ പാർട്ടീഷൻ കിട്ടും, അഥവാ പാർട്ടീഷൻ അനിവാര്യമാണെങ്കിൽ ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ്. ആൻഡ് ഹേ റാം എന്നുള്ള ലാസ്റ്റ് 2 വാക്കുകൾ ഗാന്ധിജി വെടിയുണ്ട് തുളച്ച് കയറുമ്പോൾ ഗാന്ധിജി പറഞ്ഞതായ 2 വാക്ക്, ഹേ റാം. നമ്മുടെ ഇവിടെ കോൺട്രവേഴ്സി ഉണ്ട്, ഹേ റാം എന്നല്ല ഹേ റഹീം എന്നാണ് പറഞ്ഞിരുന്നതെന്ന് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു അമേരിക്കൻ സ്കോളറിനെ എനിക്കറിയാം. പണിക്കർ സാറിന് വീട്ടിൽ വെച്ചൊക്കെ കണ്ടുമുട്ടുകയുണ്ടായി. ഹേ റാം അല്ല ഹേ റഹീം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശശി തരൂർ അതേ സീൻ ഒരു വാക്കുകൂടി ചേർത്ത് മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഫെയിൽഡ്, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. സോ അതും പാരഡി ആണെങ്കിൽ തന്നെ അത് എത്ര മനോഹരമായിട്ട് ഗാന്ധിജിയുടെ ഫീലിങ്സ് മുഴുവൻ അവിടെ വന്നു കഴിഞ്ഞു. അത് ഞാൻ ഇത്ര നാളും ചെയ്തൊക്കെ വെറുതെ. അതായിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്ന ഭാരതം. പക്ഷെ ഇപ്പോഴത്തെ ഭാരതവുമായിട്ട് കമ്പാരിസൺ ഇല്ല. ഗാന്ധിജി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവാതിരുന്ന തന്നെയാണ് നല്ലത്. മാസ്റ്റർ പീസ് ആയിട്ട് നമുക്ക് ഇത് തന്നെ പരിഗണിക്കാവുന്നതാണ്. മാസ്റ്റർ പീസ് ഇത് തന്നെ പരിഗണിക്കാം. ഇതിനകത്ത് മലയാളി മിറക്കിൾ അല്ല ഓരോരോ ചാപ്റ്ററിലും തന്നെ, അതായത് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് ശശി തരൂരിന്റെ ഫേവറേറ്റ് തീം എന്ന് തന്നെ ഞാൻ പറയും, പ്ലൂറാലിറ്റി. അതായത് അദ്ദേഹം പറയുന്ന ദ സിംഗുലർ തിങ് അബൌട്ട് ഇന്ത്യ ഈസ് ദാറ്റ് യു ക്യാൻ തിങ്ക് ഓഫ് ഹർ ഓൺലി ഇൻ ദ പ്ലൂറൽ. ഇന്ത്യക്ക് ഒരു സിംഗുലറായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ എത്നിക് ഡയമെൻഷൻസ്, ഇന്ത്യയുടെ ബഹുത്വവും നാനാത്വവും അതിനകത്ത് കാണുന്നുണ്ട്. ഒരു വ്യക്തിയിൽ തന്നെ ശശി തരൂർ പറയുന്നത്, അദ്ദേഹത്തിൽ തന്നെ ഇപ്പോൾ ഒരു തരൂരുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്, ഒരു അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഈവൻ ഒരു ഒഫീഷ്യലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഓരോ വ്യക്തിയിലും പല പല ആംഗിളുണ്ട്, പല പല ഫാസറ്റ്സ് ഉണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യ. അദ്ദേഹത്തിനെ പറ്റി ഒരു നിരീക്ഷണം മാഡം ഈ പഠനത്തിൽ കൊടുക്കുന്നത് വളരെ രസകരമാണ്. അതെ, ഇന്ത്യയിൽ നിന്ന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ നമുക്ക് വെളിയിലേക്ക് വിടാം. അതെ, പക്ഷേ ഇന്ത്യയെ അദ്ദേഹത്തിൽ നിന്ന് വെളിയിലേക്ക് വിടുവാൻ ആർക്കും സാധിക്കില്ല. കാരണം ശശി തരൂരിന്റെ മനസ്സിൽ ഇന്ത്യയുണ്ട്. ഇന്ത്യയെ പറ്റിയാണ് അദ്ദേഹം എഴുതുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ. ഈ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രശംസിക്കുക എന്നുള്ളതല്ല, ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരു സങ്കീർത്തനം എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഒരു സങ്കീർത്തനം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഒരു നോവൽ. അപ്പൊ അവിടെ വ്യക്തികളെ അദ്ദേഹം കാണുന്നില്ല, അല്ലെങ്കിൽ വ്യക്തികളെ കാണുമ്പോൾ അവരെ വളരെ സത്യസന്ധമായിട്ട് ഒരു ഓപ്പൺ എക്സ്പോഷറാണ്. അല്ലാതെ അവരെ വെറുതെ ഉദാത്തവൽക്കരിക്കുക. അതെ, ഗ്രേറ്റ് ഇന്ത്യൻ നോവലിലെ തീമും ഇതിന്റെ തീമും വളരെ സെയിം ആണെങ്കിൽ തന്നെ അതൊരു വേറൊരു കഥ പറയുന്ന രീതിയിൽ പോയിരിക്കുന്നു. ഇത് ശരിക്കും ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ അതിന്റെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇതിങ്ങനെ ആണെങ്കിൽ എങ്ങനെ എന്ന് ചോദിച്ച ഒരു വിഷമത്തിൽ തന്നെയാണ് അത് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥകളുടെ ഒരു വിപുലമായ ലോകമുണ്ട്. $5 സ്മൈലൊക്കെ വളരെ ഫേമസ് ആണ്, വളരെ ഫേമസ് ആണ്. അത് എന്റെ തീസിസ് ഞാൻ എഴുതിയിരിക്കുന്നത് ഹീസ് ഓൺ എ പാർ വിത്ത് ചെക്കോവ് ഓർ ഓസ്കർ വൈൽഡ് ഓർ ഓ ഹെൻറി ഓർ ഈവൻ ടോൾസ്റ്റോയ്. എന്ന് വെച്ചാൽ കഥ മനോഹരമായ കഥകളാണ്. പക്ഷെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലോട്ട് അദ്ദേഹം കൂടുതൽ പോകാത്തതിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എഴുത്തുകാരി എന്നുള്ളത് എനിക്ക് വളരെ വിഷമമുണ്ട്. അത്രമാത്രം ഇമാജിനേഷൻ, അത്രമാത്രം ഫെലിസിറ്റി ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. ഒരു കഥ പോലെയല്ല അടുത്ത കഥ. കേരളീയ ടച്ചുള്ള ഒരുപാട് കഥകൾ അതിനകത്ത് വരുന്നുണ്ട്. വില്ലേജ് ഗേൾ ഉണ്ട്, ഒരുപാട് കഥകൾ കേരളീയ ടച്ച് ഉണ്ട്, കേരളത്തിന് മഹത്വപ്പെടുത്തുന്ന കഥകളുണ്ട്. പക്ഷെ ഓരോ കഥയിലും കഥ പറഞ്ഞു പോയാൽ ഒരുപാട് നീണ്ടുപോകും. ഓരോ കഥയിലും അതിന്റെ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കും. നമുക്ക് അടുത്ത കഥയിലോട്ട് പോകാൻ തോന്നില്ല. അത്ര മനോഹരമായ കഥകളാണ്. അതൊരു ഫാൾസ് ആണ്. അതായത് തരൂർ പറയുന്നത് മോഡേൺ ലൈഫിൽ ഒരു പ്രശ്നമുള്ളത്, ആദ്യം ഒരു ചരിത്രകാരൻ ചരിത്രം എഴുതുന്നു, പിന്നീട് എഴുത്തുകാരൻ്റെ ഉള്ള അടുത്ത ചോയ്സ് ലോ കോമഡി. ലോ കോമഡിയിൽ കൂടി ഒരു സത്യം ജനങ്ങളെ അറിയിക്കുക. അപ്പൊ ലോ കോമഡിക്ക് ഫാൾസ് ഒന്നാന്തര ഉപാധിയാണ്. ഫാൾസ് എന്ന് പറഞ്ഞാൽ 22 months പ്രഹസനങ്ങൾ സെറ്റയർ വരാം, ഫാൾസ് വരാം. ഫാൾസിനകത്ത് ഇതിപ്പോ ഒരു പട്ടിയുടെ കഥയാണ്. പട്ടിയുടെ പേര് കുട്ടാന്നും പറയാം, ഇംഗ്ലീഷിലെ കുത്താന്നും പറയാം, KUTTA, ഹിന്ദിയിൽ കുത്താം. അതെ, ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ ഒരു പട്ടിയാണെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ കൊണ്ട് എമർജൻസിയുടെ സമയത്ത് പട്ടിയെ ഒരു മനുഷ്യനാക്കുന്നു, പിന്നെ വീണ്ടും എമർജൻസി മാറും പട്ടി വീണ്ടും പട്ടിയാവുന്നു, അതുകൊണ്ട് സമാധാനം വരുന്നു. ഓരോ സെന്റൻസും വളരെ ഡീപ്പ് മീനിങ് ഉണ്ട്. അതൊരു ലോ കോമഡി, ഒരു ഫാൾസ് ആണെങ്കിൽ തന്നെ ഇത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു ഫാൾസ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതെല്ലാം ഇന്ത്യയിലെ കറന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. നെഹ്റുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ നെഹ്റു വാസ്തവത്തിൽ ഇന്ത്യയുടെ ഒരു ഇൻവെൻഷനാണ്. ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പം ഈ ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഇതുപോലൊരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു.
വാസ്തവത്തിൽ ഒരു തനി ഇന്ത്യൻ ആയിരുന്നില്ല അദ്ദേഹം. അത് ഹി വാസ് ആൻ ഓവർ എഡ്യൂക്കേറ്റഡ് ആംഗ്ലിസൈസ്ഡ് പേഴ്സൺ എന്നുള്ള ചില സ്ഥലത്ത് വരുന്നത്.